ഹരിശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഈ പുതുവർഷം എങ്ങനെയാണെന്നാണ് ഇപ്പോൾ നോക്കുന്നത്. പുതുവർഷം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലരും ആഗ്രഹിക്കുന്നത് ഇപ്പം നമുക്ക് ഗുണാനുഭവങ്ങൾ തന്നെ വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ എന്നാൽ ചില സമയങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും നമ്മളുടെ കാര്യങ്ങൾ, രാശിയുടെ ഫലം നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അശ്വതി നക്ഷത്രത്തെക്കുറിച്ചിട്ടാണ്. ഇന്ന് നമ്മൾ പറയുന്നത് അശ്വതി നാളിൻ്റെ ഈ പുതുവർഷത്തിൽ എങ്ങനെയാണ് അവർക്ക് ഈ ഒരു പുതുവർഷം എന്നാണ് പറയുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ തുടക്കത്തിൽ ചിലപ്പോൾ നല്ലത് ആകണമെന്നില്ലെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല കാര്യങ്ങൾ തന്നെയാണ്. ജോലിയിൽ പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ തേടി വരും. അതുമാത്രമല്ല, വസ്തു വാങ്ങുന്നതിനും ആദായം അതിനകത്ത് നിന്ന് എടുക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ വളരെയധികം താല്പര്യം നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാകും. തൊഴിൽ നേട്ടങ്ങളിൽ ഈ വർഷത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് അതിലെ തൊഴിലിൽ നിന്നുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നത്. അതുമാത്രമല്ല, വിദേശത്ത് പോകാനൊരു സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ ഈ കരാർ പണിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന ഒരാളാണെങ്കിൽ അതൊരു സ്ഥിരമാകാനൊരു സാധ്യത കാണുന്നുണ്ട്. പ്രണയിക്കുന്ന ആൾക്കാർക്ക് അത് വിവാഹത്തിലെത്തിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾ നിക്ഷേപങ്ങൾ പലതും ചെയ്തിട്ടുള്ള ആളായിരിക്കാം. അതിൽ നിന്നും മികച്ച ലാഭം നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഈ വർഷത്തിൽ എല്ലാം കൊണ്ടും നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഐശ്വര്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും. പുതിയ വാഹനം വാങ്ങുന്നതിൻ്റെ യോഗവും കാണുന്നുണ്ട്. ഇനി നമുക്ക് ഭരണി നാളിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഭരണി നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഈ പുതുവർഷത്തിലുണ്ടാകുന്നത്. ഓരോ മാസത്തെയുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും. പൊതുവായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. പലപ്പോഴും കാഴ്ചപ്പാടുകളിൽ പലതും മാറി വരും. ജോലിയിൽ മാറ്റങ്ങളൊക്കെ തേടി വരാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ മികച്ച മാറ്റങ്ങൾ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൂടുതൽ ചിലവഴിക്കുന്നതാണ്. കലാരംഗത്തൊക്കെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. പല പരിശ്രമം മികച്ച മാറ്റങ്ങളിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കാൻ സാധിക്കും. വീട് പണി മുടങ്ങിക്കിടന്നാണെങ്കിൽ പുനരാരംഭിക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങളും വരുന്നതാണ്. വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും. വിവാഹത്തിൽ തീരുമാനമുണ്ടാകാതെ ഇരുന്നൊരു സമയമാണെങ്കിൽ വിവാഹത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടാവും. ചെറുപ്പക്കാർക്ക്, അതായത് വിവാഹം നടക്കാത്തവർക്ക് ഈ വർഷം തന്നെ വിവാഹം നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഡംബര വാഹനം നിങ്ങൾ വാങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അതിലൊരു സംശയവുമില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നല്ലൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.